ഹലോ പ്ലസ് വൺ കോമേഴ്സ് ഗായ്സ്, വെൽക്കം ടു എ ഷോർട്ട് വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 8ാമത് ചാപ്റ്ററും 9ാമത് ചാപ്റ്ററും എന്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളാണ് അല്ലേ. സോ ആ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, എന്താണ് ഇതിന്റെ പർപ്പസ്, ഇതെങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, ഇതാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പോവാം. സോ അതിന് മുമ്പായിട്ട് നമ്മുടെ അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ ഓർമ്മയുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ AICPAയുടെയോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഡെഫിനിഷൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡെഫിനിഷനിലെ കുറച്ച് വേർഡ്സുകൾ നമ്മുടെ കാണുന്നുണ്ടാവും അല്ലേ. ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. നമ്മുടെ ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്, അക്കൗണ്ടൻസി എന്താന്ന് പറയുന്നതാണ് ഡെഫിനിഷൻ. സോ അക്കൗണ്ടൻസിയിൽ എന്തൊക്കെ ചെയ്യാനുള്ള ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. സോ അവിടെ ഫസ്റ്റ് പറയുന്നത് എന്താണ്, റെക്കോർഡിംഗ് ആണ്. സോ ഈ റെക്കോർഡിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജേർണൽസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ. ജേർണൽസ് പ്രിപ്പയർ ചെയ്തില്ലേ. സോ ഈ ജേർണൽസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് ഓരോ പേജിലേക്ക് മാറ്റി, അല്ലെ ഓരോ അക്കൗണ്ടിലേക്ക് മാറ്റി. ക്യാഷുമായി ബന്ധപ്പെട്ടതൊക്കെ ഒരു പേജ്, അതേപോലെ തന്നെ നമ്മുടെ പർച്ചേസുമായി ബന്ധപ്പെട്ടതൊക്കെ മറ്റൊരു പേജ്. അങ്ങനെ ഓരോരോ അക്കൗണ്ടുകളെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലെഡ്ജർ അക്കൗണ്ട്സുകൾ എന്ന് പറയുന്നത്. ലെഡ്ജർ അക്കൗണ്ട്സുകൾ എന്ന് പറയുന്നത്. സോ ഈ ലെഡ്ജർ അക്കൗണ്ട്സുകൾ എന്ന് പറയും, ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ജേർണൽസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേജസുകൾ ഉണ്ടാവും അല്ലേ. ലെഡ്ജേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ കുറച്ച് പേജസുകൾ കുറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരുപാട് പേജുകൾ ഉണ്ട് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തപ്പോഴും. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യണം. ഒരൊറ്റ പേജിലേക്ക് എല്ലാം നമ്മൾ കൊണ്ടുവരികയാണ്. അതിനാണ് മെയിൻലി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ അക്കൗണ്ടൻസി നമ്മൾ ബൈ ഡെഫിനിഷൻ നോക്കുകയാണ്. നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു, ജേർണൽസ് കഴിഞ്ഞു, ലെഡ്ജർ അക്കൗണ്ട്സ് കഴിഞ്ഞു, ട്രയൽ ബാലൻസ് കഴിഞ്ഞു. ഇനി ആ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അക്കൗണ്ടൻസി എന്ന് പറയുന്നത് എന്തിനാ? അക്കൗണ്ടൻസി എന്ന് പറയുന്നത് എന്തിനാ? അൾട്ടിമേറ്റ്ലി ഏറ്റവും ഫസ്റ്റ് ക്ലാസ്സിൽ അടക്കം ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് സിമ്പിൾ എന്തിനാണ്, ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ അറിയാം അല്ലെ. ബിസിനസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയണം. സോ ഈ ജേർണൽ നോക്കി അവർക്ക് ആ പർപ്പസ് മനസ്സിലാകുമോ ഇല്ല. ലെഡ്ജേഴ്സ് നോക്കിയാൽ മനസ്സിലാവോ ഇല്ല. സമ്മറൈസ് ചെയ്തിട്ട് ട്രയൽ ബാലൻസ് നോക്കി ഇവർക്ക് പറയാൻ പറ്റുമോ എത്ര ലാഭം ബിസിനസ്സിലുണ്ട്, എത്ര നഷ്ടം ബിസിനസ്സിൽ ഇല്ല. അപ്പൊ നമ്മുടെ അൾട്ടിമേറ്റ്ലി ബിസിനസിന്റെ പർപ്പസ് എന്ത് ചെയ്യില്ല, ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഇത് നമ്മുടെ ബിസിനസിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയണം. ഇത് വെച്ചിട്ട് എക്സ്പാൻഷൻ വേണോ, വൈൻഡപ്പ് ആകണം, അങ്ങനെ പരിപാടികൾ നിർത്തണോ, അങ്ങനെ എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവും. ഇത് അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യണം. സോ ഈ അനലൈസ് ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത്, അതേപോലെ തന്നെ എത്ര അസറ്റ്സ് ഉണ്ട്, എത്ര ലയബിലിറ്റീസുകൾ ഉണ്ട്, ഈ അസറ്റ്സുകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ലയബിലിറ്റീസ് അസറ്റ്സുകളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇതിന്റെ പൊസിഷൻസുകൾ എങ്ങനെയാണ്, ഇതൊക്കെ അറിയണം. സോ ഇതൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. സോ ഇതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ അനലൈസ് ഇന്റർപ്രിട്ടേഷൻ ചെയ്യണമെങ്കിൽ രണ്ട് കാര്യം അറിയണം. ഒന്ന് ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണെന്ന് അറിയണം, അതേപോലെ തന്നെ ബിസിനസ്സിന് എന്താണെന്ന് അറിയണം, അസറ്റ്സുകളും ലയബിലിറ്റീസുകളും ഒക്കെ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് അറിയണം. സോ ഈ ഒരു പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ എന്തിനാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു പർപ്പസ് അല്ലെ, ലക്ഷ്യം എന്ന് മനസ്സിലായില്ലേ. ഇതാണ് ഞാൻ ബേസിക്കലി ഫസ്റ്റ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ എന്ത് കഴിഞ്ഞു, ജേർണൽസ് കഴിഞ്ഞു, ലെഡ്ജേഴ്സ് കഴിഞ്ഞു, ട്രയൽ ബാലൻസ് കഴിഞ്ഞു. സോ ട്രയൽ ബാലൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. സോ ഇതൊരു എക്സാമ്പിൾ ട്രയൽ ബാലൻസ് ആണെന്ന് വിചാരിക്കാം. സോ ഈ ട്രയൽ ബാലൻസിന് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. സോ ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ, ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ട് അല്ലേ. അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ട്രയൽ ബാലൻസിന്റെ ഉള്ളിലുള്ളത്, എന്തൊക്കെയാണ് നമ്മുടെ ട്രയൽ ബാലൻസിന്റെ ഉള്ളിലുള്ളത്, ആലിസ് ആണ് ട്രയൽ ബാലൻസിന്റെ ഉള്ളിലുള്ളത്. ആലിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ ഒരുപാട് അസറ്റ്സുകൾ ഉണ്ടായേക്കാം, ലയബിലിറ്റീസുകൾ ഉണ്ടായേക്കാം, ഇൻകംസുകൾ ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കാം. ഈ അഞ്ചും അല്ലാത്ത എന്തെങ്കിലും ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആലിസ് എന്ന് പറയുന്ന ഷോർട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏത് അക്കൗണ്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിലും ഈ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. അസറ്റ്സ് ആയിരിക്കാം, ലയബിലിറ്റീസുമായി ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിരിക്കാം, ഇൻകം ആയിരിക്കാം, എക്സ്പെൻസ് ആയിരിക്കാം. ഈ അഞ്ചിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. സോ നമ്മൾക്ക് ബിസിനസിന് അറിയേണ്ട രണ്ട് പർപ്പസ് എന്തൊക്കെയാണ്, രണ്ട് പർപ്പസ് എന്താണ്, ഫൈനാൻഷ്യൽ റിസൾട്ട്സ് അറിയണം. ഫൈനാൻഷ്യൽ റിസൾട്ട്സ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പെർഫോമൻസ് എന്നോ, ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആലോചിക്കാം. ഫൈനാൻഷ്യൽ പെർഫോമൻസ് അറിയണം. എന്താ ഈ ഫൈനാൻഷ്യൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിസൾട്ട്സ് എന്ന് പറയുന്നത് എന്താണ്, സിംപ്ലി പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് ആണോ എന്ന് അറിയണം. ഇതാണ് ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത്. സോ ലാഭമാണോ നഷ്ടമാണോ നോക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ലാഭമാണോ നഷ്ടമാണോ നോക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എക്സ്പെൻസുകളും ഇൻകംസുകളും നമ്മൾ എടുക്കണം. ഇത് എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ നമുക്ക് ലോസ് ആണ്, ഇൻകം കൂടുതലാണെങ്കിൽ നമുക്ക് എന്താണ്, പ്രോഫിറ്റ് ആണ്. പരിപാടി കഴിഞ്ഞു.
പരിപാടി കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ആലിസിൽ നിന്ന് ഇൻകംസുകളും എക്സ്പെൻസുകളും നമ്മൾ പിക്ക് ചെയ്യുക. ഇൻകംസുകളും എക്സ്പെൻസ് നമ്മൾ പിക്ക് ചെയ്യുക. സോ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഫൈനാൻഷ്യൽ റിസൾട്ട്സ് കണ്ടുപിടിക്കും. ഇനി രണ്ടാമത്തെ കാര്യം ഉണ്ടാക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ പൊസിഷൻസുകൾ എന്താണെന്ന് അറിയണം. ഫൈനാൻഷ്യൽ പൊസിഷൻസ് എന്താണെന്ന് അറിയണം. എന്താ ഫൈനാൻഷ്യൽ പൊസിഷൻസ് എന്ന് പറയുന്നത്? അസറ്റ്സുകൾ അതേപോലെ തന്നെ അസറ്റ്സുകളും ലയബിലിറ്റീസുകളും എങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, എത്ര അസറ്റ്സുകൾ ബാക്കിയുണ്ട്, എന്തൊക്കെ ലയബിലിറ്റീസുകളാണ് ഉള്ളത്. സോ ഇതാണ് ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഇത് അറിയണം. സോ ഈ ഫൈനാൻഷ്യൽ പൊസിഷൻസ് അറിയാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തായാലും ട്രയൽ ബാലൻസ് ഉള്ളത്. സോ ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ ഉണ്ടാക്കുന്നത്. കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സുകൾ ഉണ്ടാവും. അതാണ് നമ്മുടെ ഫൈനൽ അവസാനത്തെ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എന്തൊക്കെയാണ് അപ്പോൾ ട്രയൽ ബാലൻസിലുള്ള ഇൻകംസുകളും എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തുകൊണ്ട് ഫൈനാൻഷ്യൽ റിസൾട്ട്സുകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. സോ നമുക്കറിയാം ലയബിലിറ്റി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി നമുക്കറിയില്ലേ, ഒരു ഇന്റേണൽ ആയിട്ടുള്ള ലയബിലിറ്റിയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താ ഉള്ളത്? അസറ്റ്സും ലയബിലിറ്റീസുകളാണ് ഉള്ളത്. സോ ഈ ക്യാപിറ്റലും ഒരു ലയബിലിറ്റിയുടെ പാർട്ടാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ അസറ്റ്സും ലയബിലിറ്റീസുകളാണ് ഉള്ളത്. സോ എത്ര അസറ്റ്സുകൾ ഉണ്ടെന്ന്, എത്ര ലയബിലിറ്റികൾ ഉണ്ടാകുന്നത്, ഇത് രണ്ട് കോളത്തിലും എഴുതുന്നു. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ പറഞ്ഞു. സോ ഇതാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ എന്ന് പറയുന്നത്. സോ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസുകൾ കിട്ടണം. തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരുപാട് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നമ്മുടെ ഈ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. സോ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ബേസിക്കലി ഞാൻ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തറിയാം? ഫൈനാൻഷ്യൽ പെർഫോമൻസ് അറിയണം, അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയണം. ഇത് രണ്ടിനും വേണ്ടിയാണ് എന്തുന്നത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ഇവിടെ കൊടുത്തുള്ളത്. ഇത് രണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ ഉണ്ടാക്കുന്നത്. സോ ഇതിന് വേണ്ടി നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുന്നത്. എന്താണ് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് ഉള്ളിൽ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ആകെ ഞാൻ പറഞ്ഞു ഇൻകംസുകളും എക്സ്പെൻസുകളും നമ്മൾ എടുത്തുകൊണ്ട് ലാഭമാണ് നഷ്ടമാണ് നോക്കുന്നു, അസറ്റ്സുകളും ലയബിലിറ്റീസുകളും എടുത്തുകൊണ്ട് ഫൈനാൻഷ്യൽ പൊസിഷൻസ് കാണുന്നു. ഇത് എങ്ങോട്ടേക്ക് എടുത്തിട്ടാണ് കാണുന്നത് അത് പറഞ്ഞില്ലല്ലോ. ഇനി അതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് എന്ന് പറയുന്നത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, രണ്ടാമത്തെ എന്ന് പറയുന്ന ബാലൻസ് ഷീറ്റും. സോ നമുക്ക് രണ്ട് ഒബ്ജക്റ്റീവ്സ് അല്ലേ ഉള്ളത്. ഫൈനാൻഷ്യൽ പെർഫോമൻസ് അറിയണം, ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയണം. സോ ഫൈനാൻഷ്യൽ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത്? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലിസ് ഇല്ലേ, അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഈ ഇൻകംസുകളും എക്സ്പെൻസുകളും കാണിച്ചുകൊണ്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്ലിയർ ആയില്ലേ? സെറ്റ് ആയില്ലേ? അപ്പോൾ ഇനി എന്തൊക്കെ ബിസിനസിന്റെ കയ്യിൽ ബാലൻസ് ഉള്ളത്? ബാലൻസ് നമ്മൾ ആലിസ് ആണ് ട്രയൽ ബാലൻസിന്റെ ഉള്ളിലുള്ളതാണ് ബാലൻസുകൾ. സോ ട്രയൽ ബാലൻസിന്റെ ഉള്ളിലുള്ളതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇൻകംസുകൾ എക്സ്പെൻസ് കൺസിഡർ ചെയ്തിട്ട് ലാഭമാണ് നഷ്ടമാണ് നോക്കി. ഇനി എന്തൊക്കെയാ ബാലൻസുകൾ ഉള്ളത്? അസറ്റ്സുകൾ ഉണ്ട്, ലയബിലിറ്റീസുകൾ ഉണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഉണ്ട്. ക്യാപിറ്റൽ നമുക്ക് ലയബിലിറ്റികളാണെന്ന് നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ അസറ്റ്സും ലയബിലിറ്റീസുകളും ഇനിയുള്ളത്. സോ ഇതാണ് ഇനി ബിസിനസിന് എന്തായിട്ടുള്ളത്? ബാലൻസ് ആയിട്ടുള്ളത്. സോ ഈ ബാലൻസുകൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഷീറ്റിൽ കാണിക്കും. അതാണ് ബാലൻസ് ഷീറ്റ്. ഇൻകംസും എക്സ്പെൻസും ബാലൻസ് ഷീറ്റ് കാണിക്കണം വേണ്ട? അത് നമ്മൾ സെപ്പറേറ്റ് ലാഭമാണ് നഷ്ടമാണ് നോക്കിയിട്ട് ലാഭമാണ് ഓണർക്ക് കൊടുക്കും, നഷ്ടമാണെങ്കിൽ ഓണറിന്റെ പൈസ നമ്മൾ ഇങ്ങോട്ടേക്ക് പിടിക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ബാക്കിയുള്ള ബാലൻസുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലും ആണ്. സോ ഇത് നമ്മൾ ബാലൻസുകൾ എന്ന് പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റ് എന്നുള്ള ഒരു സാധനത്തെ കാണിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിൽ രണ്ട് കോളം അതിന്റെ എമൗണ്ട് കോളം, അസറ്റ്സുകൾ അതിന്റെ എമൗണ്ട്, ലയബിലിറ്റികൾ അതിന്റെ എമൗണ്ടുകൾ, ഇങ്ങനെ കാണിക്കുന്നതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് സിംപിളി എന്തെന്ന് പറയുന്നത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു മീനിങ് കോൺസെപ്റ്റ് മാത്രമാണ് നമ്മൾ ഈ ഷോർട്ട് വീഡിയോയിൽ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വിത്ത് പ്രോബ്ലംസ് ആൻഡ് എവറിത്തിങ് നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. സോ ആലിസ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എന്തൊക്കെയാണ് ട്രയൽ ബാലൻസ് ഉള്ളത്? ആലിസ്. സോ ട്രയൽ ബാലൻസ് നോക്കിയിട്ടാണ് സം അഡീഷണൽ ഇൻഫർമേഷൻസുകൾ, അത് നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിലാണ്. അത് നമുക്ക് ഇതൊക്കെ ഒന്ന് പക്കയാക്കിയിട്ട് അഡീഷണൽ ഇൻഫർമേഷൻസുകളും അഡ്ജസ്റ്റ്മെന്റ്സുകളും ഒക്കെ നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് അല്ലെ. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് പ്രോഫിറ്റ് മാത്രമല്ല, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ഉണ്ടാക്കുന്നത്. സോ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്? ഇൻകംസുകളും എക്സ്പെൻസുകളും. സോ ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? ഇവിടെ രണ്ട് അക്കൗണ്ട് കാരണം വരുന്നുണ്ട് മെയിൻ ആയിട്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും. ട്രേഡിംഗ് അക്കൗണ്ടും. സോ ഇവിടെ നമ്മൾ എന്തെന്ന് പറയുമോ? ഈ ഇൻകത്തിനും എക്സ്പെൻസിനും നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റും.
ഇൻകത്തിനെയും എക്സ്പെൻസിനെയും നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഒന്നെന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകംസുകളും എക്സ്പെൻസുകളും, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകംസുകളും എക്സ്പെൻസുകളും. എന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകംസുകളും എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകംസുകളും എക്സ്പെൻസുകളും. സോ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകംസുകളും എക്സ്പെൻസുകളും ഏതൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് പർച്ചേസ് സെയിൽസും പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകളും. ഇത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, ഡയറക്റ്റ് ആയിട്ട് ഒരു ബിസിനസ്സിൽ നടക്കുന്നുള്ളൂ. സോ ഇത് നമ്മൾ നോക്കിയിട്ട് ബിസിനസിന്റെ ട്രേഡിങ്ങിലൂടെ ഗ്രോസ് എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്ന് നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റ് വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇവിടെ നമ്മൾ കാണിക്കാത്ത ബാക്കിയുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബിസിനസിന്റെ ലാഭങ്ങളോ ഇൻകംസുകളോ എക്സ്പെൻസുകളോ, ഇപ്പൊ ബിസിനസിന് കമ്മീഷൻ കിട്ടി, ഡിസ്കൗണ്ട് കിട്ടി, ഇതൊന്നും നമുക്ക് നോർമലായിട്ട് ബിസിനസിന്റെ ഒരു എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ല, എപ്പോഴൊക്കെ കിട്ടിയാൽ കിട്ടി. സോ അതൊക്കെ ഇൻഡയറക്റ്റിലാണ് ഉൾപ്പെടുത്തുക. ഏതൊക്കെ ഡയറക്റ്റ് അതൊക്കെ ഇൻഡയറക്റ്റ് നമ്മൾ നോക്കട്ടോ. സോ ബാക്കിയുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതും കൂടെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ട്രയൽ ബാലൻസിന്റെ കാറ്റഗറിയിൽ നിന്നും ഇൻകംസുകൾ നമ്മൾ പുറത്തേക്കിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്, എക്സ്പെൻസുകൾ നമ്മൾ പുറത്തേക്കിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ആരൊക്കെ പുറത്തുള്ളത്? അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസുകൾ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട് അല്ലെ. നമുക്കൊന്ന് കളർ മാറ്റി അടിച്ചു നോക്കാം. അതേപോലെ തന്നെ ആരൊക്കെയുള്ളത്? അസറ്റ്സുകൾ ഉണ്ട്, ലയബിലിറ്റീസുകൾ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. സോ ഇൻകംസുകളും എക്സ്പെൻസുകളും ഡയറക്റ്റ് ഏതാ ഇൻഡയറക്റ്റ് ഏതാ നോക്കുക. ഡയറക്റ്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കാണുക. ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് അനാലിസിസ് കൊണ്ട് ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. സോ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ഒന്നിച്ചിട്ട് ചെയ്യാം. സോ ഇതിവിടെ കിട്ടുന്ന പ്രോഫിറ്റ് വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ നമ്മൾ അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇൻഡയറക്റ്റ് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി എന്നിട്ടുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കും. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ ഇത് രണ്ടും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള അസറ്റ്സ് ലയബിലിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു 4 കോളം, ഒരു ലയബിലിറ്റീസുകൾ അതിന്റെ എമൗണ്ട്, അസറ്റ്സുകൾ അതിന്റെ എമൗണ്ട്, ഇങ്ങനെ ഇവിടെ നമ്മൾ അസറ്റ്സുകൾ നമ്മൾ റൈറ്റ് സൈഡിലാണ് കാണിക്കുക. അതേപോലെ തന്നെ ലയബിലിറ്റീസുകൾ ഇവിടെയും കാണിക്കും, അതിന്റെ എമൗണ്ടുകൾ ഇവിടെയും കാണിക്കും. ഇത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഇതാ നമ്മുടെ ട്രയൽ ബാലൻസിന്റെ അസറ്റ്സുകൾ ഏതാ, ലയബിലിറ്റി ഏതാ, ക്യാപിറ്റൽ ഏതാ നോക്കിയാൽ മതി. നമ്മൾ ആദ്യം പഠിച്ച് സെറ്റ് ആക്കിയതാണല്ലോ. സോ അത് നമ്മൾ ഇങ്ങോട്ടേക്ക് പ്രിപ്പയർ ചെയ്തെടുക്കും. സോ ഇത് അവസാനം ടാലി ആയിരിക്കും. സോ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ എന്ന് പറയുന്നത്. സോ ഇൻകംസുകളും എക്സ്പെൻസുകളും നമ്മൾ ഇവിടത്തേക്ക് ക്ലോസ് ചെയ്ത് പരിപാടിയൊക്കെ തീർത്തിട്ടുണ്ട്. ബാക്കിയുള്ള അസറ്റ്സ് ലയബിലിറ്റീസുകളും ലയബിലിറ്റീസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വർഷത്തേക്ക് നമ്മുടെ ബിസിനസിന്റെ കയ്യിൽ ബാലൻസ് ആയിട്ട് ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് കൊടുക്കും. സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. സോ ഇതിൽ നിന്നുള്ള എല്ലാ കാര്യം നമ്മൾ ഡീൽ ചെയ്തു. ഇൻകംസുകളും എക്സ്പെൻസുകളും നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊടുത്തു. അതേപോലെ തന്നെ അസറ്റ്സുകളും ലയബിലിറ്റീസുകളും ക്യാപിറ്റൽ കൊടുത്ത് ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തു. ഈ ഇൻകത്തിലും എക്സ്പെൻസിലും തന്നെ ഡയറക്റ്റ് ഏതാ ഇൻഡയറക്റ്റ് ഏതാ എന്ന് ചെറുതായ ഒരു ഐഡിയ നമ്മുടെ മൈൻഡിലേക്ക് വേണം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ഫൈനാൻസ് സ്റ്റേറ്റ്മെന്റ്സ്. ഒരു ബേസിക് കോൺസെപ്റ്റ്, ബേസിക് മീനിങ് ഫൈനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് എന്ന് അറിയാതെ നമ്മളത് പ്രിപ്പയർ ചെയ്യരുത്. സോ അതറിയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിത്ത് പ്രോബ്ലംസ് ആൻഡ് വിത്ത് ഓൾ എക്സസൈസ് നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഈച്ച് ആൻഡ് എവറിത്തിങ് സെറ്റ് ആക്കി തരും. സോ നമ്മുടെ ഡൗട്ട്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിലൂടെ ചോദിക്കണം, നിങ്ങളുടെ ഫീഡ്ബാക്സുകളൊക്കെ പറയണം. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ.